എന്താണ് റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ്? വൈ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്? റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് എന്നാൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നതിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ ടോട്ടലി റിലാക്സ്ഡ് ആയിരിക്കുന്ന സമയത്തുള്ള നമ്മുടെ ഹാർട്ട് റേറ്റ് ഇൻ ബീറ്റ്സ് പെർ മിനിറ്റ്. ഇത് നമ്മുടെ ഓവറോൾ കാർഡിയോവാസ്കുലർ ഫിറ്റ്നസിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ്. അതായത് ഹൗ എഫിഷ്യൻറ്റ് ഈസ് യുവർ ഹാർട്ട് പെർ ബീറ്റ് മീൻസ് നിങ്ങളുടെ ഹാർട്ടിൻ്റെ ഓരോ മിടുപ്പും എത്ര എഫിഷ്യൻ്റ് ആണ് എന്നാണ്. എന്ന് വെച്ചാൽ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് കുറവാണെങ്കിൽ അതിനർത്ഥം ഓരോ ബീറ്റും കൂടുതൽ എഫിഷ്യൻ്റ് ആണ് എന്നാണ്. ഈ അഡൽട്സിൻ്റെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് ആവറേജ് വരുന്നത് 60-നും 100-നും ഇടയിലായിരിക്കും. എന്നാൽ അത്ലറ്റ്സിന് അത് 40-നും 60-നും ഇടയിലോ ഈവൻ അതിൽ താഴെയൊക്കെ വരാം. ഈ എൻഡ്യൂറൻസ് അത്ലറ്റിൻ്റെ ഹാർട്ട് റേറ്റ് ബിലോ 40 പലപ്പോഴും വരാറുണ്ട്. എൻ്റെ ഈ മാസത്തെ ഹാർട്ട് റേറ്റ് ഗ്രാഫാണ് ഈ കാണുന്നത്. ഏറ്റവും കുറഞ്ഞ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് വന്നിരിക്കുന്നത് 36 ആണ്. കൂടിയ ഹാർട്ട് റേറ്റ് 182 കാണിക്കുന്നത് വർക്കൗട്ട് ചെയ്തപ്പോൾ വന്നതാണ്. എൻ്റെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് പൊതുവേ 40 അല്ലെങ്കിൽ അതിൽ താഴെയായിരിക്കും. ഹാർട്ട് റേറ്റ് സെൻസറുള്ള ഏതെങ്കിലും നല്ല ഫിറ്റ്നസ് വാച്ച് ഉപയോഗിച്ചാൽ നിങ്ങളുടെ ഹാർട്ട് റേറ്റ് എപ്പോഴും ട്രാക്ക് ചെയ്യാം. അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് പിന്നീട് അനലൈസ് ചെയ്യുകയും ചെയ്യാം. ഞാൻ വർഷങ്ങളായിട്ട് ഫുൾ ടൈം ഈ ഫിറ്റ്നസ് വാച്ച് കിട്ടുന്നുണ്ട്, വല്ലപ്പോഴും വാച്ച് ചാർജിങ്ങിൽ ഇടുന്ന സമയം ഒഴികെ. ഇനി എങ്ങനെ നമ്മുടെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് ഇംപ്രൂവ് ചെയ്യാം അല്ലെങ്കിൽ കുറയ്ക്കാം? പ്രധാനമായി എയറോബിക് ട്രെയിനിങ്, അതായത് റണ്ണിങ്, സ്വിമ്മിങ്, സൈക്ലിംഗ്, ഫുട്ബോൾ തുടങ്ങിയ എൻഡ്യൂറൻസ് ആക്ടിവിറ്റികളാണ് റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് കുറയ്ക്കുന്നതിന്റെ ഫൗണ്ടേഷൻ. അതോടൊപ്പം റെസിസ്റ്റൻസ് ട്രെയിനിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മസിൽ ബിൽഡിംഗ് ഇൻഡയറക്ട്ലി എഫക്ട് യുവർ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് ബിക്കോസ് മസിൽസ് നിങ്ങളുടെ മെറ്റബോളിസം കുറയ്ക്കും, ഫാറ്റ് കുറയ്ക്കും, അങ്ങനെ ഹാർട്ടിന്റെ ഓരോ ബീറ്റിലുള്ള സ്ട്രെസ് കുറയും. ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം നിങ്ങളുടെ സ്ലീപ്പ് ക്വാളിറ്റിയാണ്. നല്ല ഉറക്കം നമ്മുടെ ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്ത് റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് കുറയ്ക്കും. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നല്ല സ്ട്രെസ്ഡായി നന്നായി ഉറങ്ങാൻ പറ്റാത്ത ദിവസങ്ങളിൽ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് 5 മുതൽ 10 ബീറ്റ് വരെ കൂടാറുണ്ട്. അതുപോലെ നിങ്ങൾ ഹെവി വർക്കൗട്ട് ചെയ്യുമ്പോൾ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന വെള്ളവും അതുപോലെ ഇലക്ട്രോലൈറ്റ്സും റീലോഡ് ചെയ്തില്ലെങ്കിൽ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് കൂടുതലായിരിക്കും. കാരണം ശരീരത്തിലെ ജലാംശം കുറയുമ്പോൾ ബ്ലഡ് കൂടുതൽ തിക്ക് അല്ലെങ്കിൽ വിസ്കസ് ആവും. അപ്പോൾ ബ്ലഡ് ഫ്ലോ നന്നായി നടത്താൻ ഹാർട്ട് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. ഈ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് കുറവായതുകൊണ്ട് മാത്രം നിങ്ങൾ 100% ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ തീർച്ചയായും നിങ്ങളുടെ ഓവറോൾ ഫിറ്റ്നസിന്റെ ഒരു ഇൻഡിക്കേറ്ററാണ് റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ്. നിങ്ങളുടെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് 60-ന് മുകളിലാണെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലൂടെ അത് കുറയ്ക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്തരം ഹെൽത്ത് റിലേറ്റഡ് കണ്ടന്റ്സ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ഫോളോ ചെയ്യുക. അതുപോലെ ഇതേപ്പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മടിക്കണ്ട. അപ്പോൾ ബൈ, താങ്ക് യു.